സുന്ദരീസ്. അപ്പം നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീസൺ 7-ലെ 12ാമത്തെ വീഡിയോ ആണ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 10ാമത്തെ വീഡിയോ ആയിരുന്നു ലാസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ബോണസ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ മീഷോന്ന് ഈ സാരി മേടിച്ചത് ഓർമ്മയുണ്ടോ? ഇതൊരു 500 രൂപയ്ക്ക് നമ്മൾ കുറേ നാൾ മുമ്പ് മേടിച്ചിട്ട് ഇത് നമ്മൾ അങ്ങനെ തന്നെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സാരി ആയിട്ട് തന്നെ ഒരു ബ്ലാക്ക് ബ്ലൗസിൻ്റെ ഒപ്പം. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെട്ടി ഞാൻ ധാവണി പോലെ എന്തെങ്കിലും തുന്നാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിനെ പറ്റി ഈസി ആയിട്ട് തുന്നാൻ പറ്റുന്ന രീതിയിൽ പറയുമെന്ന്. എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ, കാരണം ഞാൻ പഠിച്ചിട്ടില്ല തുന്നില്ല. അപ്പം എൻ്റേതായ രീതിയിൽ ഞാൻ തുന്നാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കുറേ ഗ്യാപ്പും വന്ന കാരണം എനിക്കങ്ങനെ കുറേ മെനക്കെട്ട് ഇരുന്ന് ചെയ്യാനും മടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടല്ലോ സിമ്പിളായിട്ടുള്ള ഒരു പാവാടയും ഇതെങ്ങനെയാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. എളുപ്പവഴിക്കാണ് ഞാൻ ചെയ്തത്. അതുപോലെ ബ്ലൗസ് ആണെങ്കിൽ ബാക്കിൽ ഹുക്കൊന്നും വെക്കാണ്ട് പെട്ടെന്ന് തന്നെ ഒരു മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് തുന്നി തീർക്കാവുന്ന പാകത്തിനാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പടപടപടേന്ന് നമുക്ക് തുന്നാൻ പറ്റും. അതിൻ്റേതായ ചെറിയ അപാകതകളും ഉണ്ടാവും താനും, അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഒരു കുട്ടി ഓണം സെലിബ്രേഷനൊക്കെ നമുക്ക് ഇട്ട് പോകാവുന്നതാണ്. നമ്മുടെ അമ്മയുടെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ധാവണിക്ക് പറ്റിയിട്ടുള്ള ഒരു ബ്ലൗസും, അതായത് ഏകദേശം ഒരു സാരി ബ്ലൗസും, അതേപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട്. ഈ ഒരു ദുപ്പട്ട മാത്രം ഞാൻ വേറെ എടുക്കല്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ദുപ്പട്ടയാണ്. അതിന് ഞാൻ ഈ സാരിയുടെ തന്നെ ബോർഡർ വെച്ചടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. അപ്പൊ ഈ സാരിയുടെ 2 സൈഡിലും ഈ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ഒന്ന് ബ്ലൗസ് പീസും അതേപോലെ തന്നെ പല്ലുവിന്റെ ഭാഗത്തും. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും വെട്ടി മാറ്റാന്നുള്ളതാണ്. വെട്ടണേക്കാട്ടിന് മുന്നേ നമുക്ക് ഒരു സൈഡിലെ ഈ ബോർഡർ ഉണ്ടല്ലോ അതിനെ മാറ്റാം. അപ്പൊ അത്രയും നീളത്തിലുള്ള ബോർഡർ നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് ദുപ്പട്ടയുടെ സൈഡിൽ വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ബോർഡർ വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ബ്ലൗസ് പീസും അതേപോലെ തന്നെ പല്ലുവിന്റെ ഭാഗവും വെട്ടി മാറ്റാവുന്നതാണ്. ഈ ബ്ലൗസിന്റെ ഭാഗം ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ പല്ലുവിന്റെ ഭാഗമോ ഈ പറഞ്ഞ പോലെ മഞ്ഞ തന്നെയായിരുന്നെങ്കിൽ അത്രയും നമുക്ക് പ്ലീറ്റ്സ് കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പൊ അതിന് നിവർത്തിയില്ലാണ്ടായി. ഈ ഒരു ഭാഗം വേസ്റ്റ് ആയി പോയി എന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ ഈ സാരി ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഏകദേശം 1 മീറ്റർ എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇത് നോക്കുമ്പോൾ 1 2 3 4 5 മീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ 1 മീറ്റർ ബ്ലൗസിന് വേണ്ടിയിട്ട് മുറിച്ച് മാറ്റാം. ബാക്കി 4 മീറ്റർ വെച്ചിട്ട് നമുക്ക് പാവാട തുന്നാം. 4 മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇത് കിട്ടും, പ്ലീറ്റ്സ് കിട്ടും. പിന്നെ സാരി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വീതി 44 ഉണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ ബോർഡറൊക്കെ വെട്ടി മാറ്റി മടക്കി അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വീതി കുറയും കേട്ടോ. അപ്പം നമുക്ക് പട്ട വെച്ച് അടിക്കുമല്ലോ, അപ്പം അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അരഭാഗത്ത് ഇതെടുക്കാം കേട്ടോ. എത്രയാണോ വീതി വേണ്ടത് അത് പ്ലസ് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. നമ്മൾ ചരടാണ് കേട്ടോ ഇടുന്നത്, അല്ലാണ്ട് ബക്കിളല്ല യൂസ് ചെയ്യണത്. ചരടാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാമല്ലോ. അപ്പോൾ എത്രയാണോ നമ്മുടെ വേസ്റ്റ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 26 26 പ്ലസ് 4 ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് എക്സ്ട്രാ എന്തായാലും എടുക്കണേ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ പട്ട മടക്കിയിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പകുതിയുടെ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ മടക്കാണ്, അവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും നമ്മൾ പകുതിക്ക് വെച്ച് മടക്കാണ്, അവിടെയും നമ്മൾ മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാവാട തുന്നാൻ വെച്ചിരിക്കുന്ന തുണിയില്ലേ അതും ഇതേപോലെ തന്നെ ചെയ്യാം. ആദ്യം പകുതിയായിട്ട് മടക്കാം, അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കാം. ഓക്കെ, മാർക്ക് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ ആ പകുതിയുടെ അവിടെ നിന്ന് മടക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് ആ മറ്റേ പട്ടയുടെ പോലെ തന്നെ 4 ഇതിനെ ഭാഗിക്കണം. ഇത് കണ്ടോ, ഇതേപോലെ പിന്നെയും മടക്കുക പകുതി, എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? നമുക്ക് പാവാടയുടെ ഭാഗത്തും 4 ഭാഗങ്ങളായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റിന് അവിടെ വെക്കുന്ന പട്ടയുടെ അവിടെയും 4 ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ല മറ്റെനിക്ക് സുരാജ് പറയും ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയണതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എളുപ്പത്തിൽ എനിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഈ പട്ടയുടെ അവിടെ നടുവശവും കൂടി ഒരുമിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് പിൻ ചെയ്യാം. എന്നിട്ട് പിന്നീട് നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടില്ലേ ആ മാർക്കും പട്ടയുടെ അവിടുത്തെ മാർക്കും കൂടി ഒരുമിച്ച് വെക്കാം. അതും നമ്മൾ ഒന്ന് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. പിന്നെ 2 അറ്റവും ഇതേപോലെ സെക്യൂർ ചെയ്യാം. അപ്പം നമുക്ക് ഈ ഇടയിൽ ഇങ്ങനെ തുണികളുണ്ട് അല്ലേ,
ഈ തുണി ആണ് നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് ആ പിന്നിൻ്റെ അവിടം വരെ കറക്റ്റായിട്ട് ഉള്ള വീതിക്ക് കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ? എന്നിട്ട് അതിനനുസരിച്ച് പിൻ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതേ കണ്ടോ, ഇതിപ്പോൾ ഇടയിലുള്ള ഗ്യാപ്പുള്ള, അതായത് തുണി എത്ര ബാക്കിയുണ്ടോ അതിൻ്റെ ഉള്ളിൽ അത്രയും നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏകദേശം നമുക്ക് ശരിയായി കിട്ടും കേട്ടോ. ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ് കിട്ടിയെന്ന് വരില്ല, ഏകദേശം നമുക്ക് ഒരു വിധം കിട്ടണതാണ്. ഇതാകുമ്പോൾ വലിയ മെഷർമെൻറ്റ്സിൻ്റെയും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് കിട്ടിയ 4 മീറ്ററും പ്ലീറ്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ വരും പ്ലീറ്റ്സ്. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ ഈ പട്ടേനെ മടക്കി അടിച്ചാൽ മതിയാവും. ഇത്ര തന്നെ മതി. കണ്ടോ, പ്ലീറ്റ്സ് ഏകദേശമൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സങ്കടം ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തുന്നുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി എന്താ വേണ്ടേ, നമ്മൾ ഈ നല്ല വശവും കൂടി ചേർത്തിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതായത് പാവാടയുടെ നല്ല വശം അതേപോലെ പട്ടയുടെ നല്ല വശവും കൂടി ചേർത്തി വെച്ചിട്ട് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ പിൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്താ വേണ്ടേ, നമുക്ക് തുണി ഇതേപോലെ നിവർത്തി നമുക്ക് മടക്കിയടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കവറായിട്ട് നല്ല നീറ്റാവും കേട്ടോ. മടക്കിയടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, വളഞ്ഞും തിരിഞ്ഞൊന്നും പോവാണ്ട് ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് പിടിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മടക്കിയടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ എഡ്ജസ് അല്ല, കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് മടക്കി അടിച്ചാൽ മതി. നമുക്കൊന്ന് തേച്ചിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പ്ലീറ്റ്സ് ഒന്നും കൂടി നല്ല വൃത്തിക്കിരിക്കും. പട്ടയുടെ ഭാഗവും അതെ, നല്ല വേസ്റ്റിൻ്റെ ഭാഗത്തും നല്ല കറക്റ്റായിട്ടിരിക്കും. ഈ പറഞ്ഞ പോലെ സൈഡ് ഓപ്പൺ ആയിട്ടായിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ച് റോ എഡ്ജസ് ഉണ്ടാവുമല്ലോ, അതും ഒന്ന് മടക്കി അടിക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം നന്നായിട്ട് മറയുന്ന തരത്തിൽ, അത് കംപ്ലീറ്റ്ലി മറയുന്ന തരത്തിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ അതേപോലെ പ്ലീറ്റ്സിൻ്റെ മീതേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. റെഡി. പെട്ടെന്നായില്ലേ? ഈസിയാണ്. ഇനിയിപ്പോൾ എന്താ, നമുക്ക് സൈഡ് അടിക്കുക, ചരടിട്ട് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സൈഡിൽ കുറച്ചൊരു സ്ലിറ്റ് പോലെ ഗ്യാപ്പ് കൊടുക്കണം വേസ്റ്റിൻ്റെ ഭാഗത്ത്, എന്നാലേ നമുക്ക് തലയിൽ കൂടെ ഇടാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ അടിക്കുക, അറ്റത്തുനിന്ന് തുടങ്ങുക, എന്നിട്ട് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു 1 2 3 4 ഇഞ്ച് ഗ്യാപ്പ് വിടാം, എന്നാലേ നമ്മുടെ തലയിൽ കൂടെ കടക്കുള്ളൂ കേട്ടോ. അതിനാണ് ആ ഗ്യാപ്പ് വിടാൻ പറയണത്. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് മടക്കി ഇങ്ങനെ ഒരു സ്ലിറ്റ് പോലെ നമ്മൾ തുന്നില്ലേ, അതേപോലെ ഒന്ന് തുന്നി കൊടുക്കാവുന്നതാണ്, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം. അതിനുശേഷം നമുക്ക് ഒരു ചരട് ഉണ്ടാക്കാവുന്നതാണ്. അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി വല്ല ഗോൾഡൻ ചരട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. അതിന് നമ്മുടെ വെട്ടി മാറ്റി വെച്ചിട്ടുള്ള തുണി ഉണ്ടല്ലോ, അത് എടുക്കാം നമുക്ക്. അപ്പോൾ മാക്സിമം ഈ സാരിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ തുണി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ അതിന് കുറേ തുണി മറിച്ചെടുക്കണം, വള്ളിയല്ലേ വേസ്റ്റിന് അവിടെ കെട്ടണം, അപ്പോൾ അത് കുറേ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്തു. എന്നിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ടുണ്ട്. പ്ലീറ്റ്സും വലിയ തിരക്കടില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പം അതിൻ്റെ സൈഡിൽ ഇതേപോലെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പട്ടയുണ്ടല്ലോ, അതെ ബോർഡർ ഉണ്ടല്ലോ, ഫുൾ പട്ട എന്നൊക്കെ പറയണം. എനിക്കെൻ്റെ പദങ്ങളൊന്നും അത്ര അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കല്യാണത്തിനും ഞാൻ തന്നെ തുന്നിയിട്ടുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെയാണ്. പക്ഷെ അന്നെന്ന് വെച്ചാൽ എനിക്ക് കുറേ കൂടി ക്ഷമയുണ്ടായിരുന്നു. ഞാനൊരു ബ്ലൗസ് തുന്നിയ ഒരു 3 ദിവസമൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി തുന്നും. ഇന്നെനിക്ക് അത്രയും ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് തുന്നുന്നത്. അപ്പോൾ അങ്ങനെ ബോർഡർ വെച്ചടിച്ചു കേട്ടോ. 3 സൈഡിൽ വെക്കാനുള്ള ബോർഡറേ ഉണ്ടായിരുന്നുള്ളൂ, തൽക്കാലം അത് വെച്ചടിച്ചിട്ടുണ്ട്. ഇനി ബ്ലൗസ് മെഷർമെൻറ്റ്സ് നോക്കാം കേട്ടോ. അതും ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലൈനിങ് തുണി ഏകദേശം നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ട് മടക്കി വെക്കുകയാണ്. നെക്കിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ആ ഒരു വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചും അതേപോലെ തന്നെ നമ്മൾ കൈക്കുഴിയും എടുത്തിട്ടുണ്ട്. ഷോൾഡർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈക്കുഴി ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്ത് തുണിയും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. നെക്ക് നോക്കുകയാണെങ്കിൽ 6 എടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു 6.5 എടുക്കായിരുന്നു വേണമെങ്കിൽ എന്ന് തോന്നുന്നു. അതിൽ 6 എടുത്തിട്ടുണ്ട്. അത് കയറി ഒരു 5.5 ആണ് നമുക്ക് കിട്ടുക ഷോൾഡർ മടക്കി അടിക്കുമ്പോൾ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ കൈക്കുഴി വെട്ടിയിട്ട് 2നെയും സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് പകുതി വെച്ച്
ഇങ്ങനെ മടക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അപ്പുറത്തെ ഭാഗത്തെ ചോക്കിൻ്റെ പൊടി ഇപ്പുറത്തേക്ക് വരും. അപ്പം നെക്ക് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഇത് എന്തൊക്കെയോ സൂത്രപ്പണികളാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് നല്ല എക്സ്പേർട്ടായ ടൈലേഴ്സൊക്കെ ആണ്. എന്ത് അടിപൊളിയായിട്ട് ചെയ്യും. എനിക്ക് കൊതിയാവും ഓരോരുത്തർ തുന്നുന്ന കാണും. യൂട്യൂബിൽ തന്നെ എന്തൊരു അടിപൊളിയായിട്ട് പെർഫെക്ഷനിലൊക്കെ തുന്നുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സൂപ്പർബായിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്. തുന്നാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് നോക്കി പഠിച്ചെടുക്കാം. എന്നിട്ട് ഇനി എന്താ വേണ്ടത് വെച്ചാൽ, നല്ല തുണിയിൽ നിന്ന് ഞാൻ കൈ വെട്ടിയെടുക്കുകയാണ്. പക്ഷെ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി. ശരിക്ക് അതായത് ഒരു കൈക്കുള്ള തുണിയാണ് ഞാനിപ്പോൾ വെട്ടിയെടുക്കണത് 3/4 ആയിട്ട്. ഇനി രണ്ടാമത് കൈക്കുള്ള തുണി വെട്ടിയെടുക്കാനുള്ളത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിനെ മടക്കിയിട്ട് ഞാൻ ഷോർട്ട് സ്ലീവ് ആക്കി. അപ്പോൾ 2 കൈക്കുള്ള കൈയും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് സ്ലീവ് ആയി. അതിൻ്റെ ഒരു അഭംഗിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ നല്ല തുണിയുടെ മീതെ ലൈനിങ് തുണി വെച്ചിട്ട് അത് എല്ലാം റെഡി ആയിട്ടല്ലേ ഇരിക്കണേ. കഴുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെട്ടിയെടുക്കുക. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് എന്താ വെച്ചാൽ കുറച്ചെങ്കിലും ബേസിക്സ് അറിയുന്നവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. ഒന്നും അറിയാത്ത ഒരാൾക്ക് വന്നിട്ട് ഇത് തുന്നാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് കഴുത്ത് മടക്കിയെടുക്കുക എങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് തുന്നാൻ പറ്റില്ല, നമുക്കറിയാമല്ലോ. എന്നിട്ട് നമുക്കിതിനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മുടെ കഴുത്തും റെഡി ആയിട്ടുണ്ട്. ബക്രമൊന്നും വെക്കേണ്ട, സിമ്പിളായിട്ട് തന്നെ ഈ വീനെക്കൊക്കെ ആകുമ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും ഈ പറഞ്ഞ പോലെ വീനെക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് പക്കയായിട്ട് അങ്ങനെ ഇരുന്നോളും. ബക്രമൊന്നും വെച്ച് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ഷോൾഡേഴ്സിന് എക്സ്ട്രാ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടിക്കളയുക, ഒന്ന് നീറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡേഴ്സും തമ്മിലൊന്ന് യോജിപ്പിക്കണം കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒന്ന് യോജിപ്പിക്കണം. അതിൻ്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് ഞാനൊരു ബ്ലൗസ് വെച്ചിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രാ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടും കൂടി ഒരുമിച്ച് വെച്ചു. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷോൾഡർ അടിക്കണം. അതിനേക്കാളും മുന്നേ നമുക്ക് ഫ്രണ്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 2 ടക്ക് ഇടുകയാണ് ചെയ്യണത്. അതിനായിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ നടുവെന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വര വരയ്ക്കുകയാണ്. 2 ഭാഗത്തും ഓരോരോ ഇഞ്ച് വീതം കൊടുത്തിട്ട് നമ്മൾ ഡാർട്ട് വരച്ചിട്ട്, ടക്കല്ല ഡാർട്ട് വരച്ചിട്ട് അങ്ങനെയാണ് ചെയ്യണത്. പ്രിൻസസ് കട്ടൊക്കെ കുറച്ചും കൂടി സമയം എടുക്കും. ഇതിപ്പോൾ നമ്മളൊരു ഒരു ദിവസത്തിലൊരു ഒന്ന് കുത്തിയിരുന്ന ഒരു 1 to 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇടയിൽ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നു. എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം തുന്നി കഴിഞ്ഞപ്പോൾ നല്ല ചൂടുമല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ ബ്ലൗസ് തുന്നണത്. പക്ഷെ എൻ്റെ ഒരു ദിവസത്തിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. ഷൂട്ടിങ് ഇതും അടക്കം ഉച്ചയ്ക്കാണ് ഞാൻ തുന്നായിരുന്നത്. വൈകിട്ട് മേലേക്ക് എല്ലാം കൂടിയിട്ട് ഒരു 4 മണിക്കൂറിലൊക്കെ എൻ്റെ കഴിഞ്ഞത്. ഷൂട്ട് ചെയ്യണം. കാരണം ഷൂട്ട് ചെയ്യാണ് നമ്മൾ അറ്റ സ്ട്രെച്ച് ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ മാക്സിമം. പാവാടയും ടോപ്പ് മൊത്തം ധാവണിക്ക് അറിയാത്തൊരാളാണെങ്കിൽ, സ്പീഡ് ഉണ്ടെങ്കിൽ ഒരു 1 മണിക്കൂറിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ ഷോൾഡേഴ്സ് കൂട്ടിയിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സൊക്കെ എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ, ബാക്കിൽ നടു പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹുക്ക് വെക്കാവുന്നതാണ്. അതിനെക്കാട്ടിന് മുന്നേ താഴത്തെ 2 ഭാഗവും ഞാൻ മടക്കി അടിക്കുന്നുണ്ട്. നമ്മൾ ഒരു തുണി വെച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുക. ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്ത് തീർക്കുകയാണ് നമ്മൾ. സൈഡ് 2ഉം കൂട്ടി അടിച്ചിട്ടുണ്ട്, ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഹുക്ക് വയ്ക്കുക എന്നുള്ളതാണ് പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഹുക്ക് വയ്ക്കാൻ നമുക്ക് താമസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ഭാഗവും ഇതേപോലെ മടക്കി അടിച്ചിട്ട് ചെറിയ ചെറിയ ലൂപ്സ് വെച്ചിട്ട് ഞാൻ തന്നെ ഒരു ചരട് വെച്ച് ഉള്ളിലിങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് കൊടുക്കില്ലേ, അതേപോലെ ആക്കി കൊടുക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നുള്ളത്. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു 500 രൂപയുടെ ചിലവേ ഉള്ളൂ, ഒരു സാരിയുടെ ചിലവേ ഉള്ളൂ. അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 1-2 മണിക്കൂറുണ്ടെങ്കിൽ ഈസിലി തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പ്ലീറ്റ് എടുത്തതൊക്കെ ഇത്തിരി അപാകതകളൊക്കെ ഉണ്ടാവും. പക്ഷെ തുടക്കക്കാർക്കാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ പതിയെ നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് തീരെ ചിലവില്ല. ആ സാരിയുടെ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. സാരിയുടെ സ്കേർട്ടിന് നമ്മൾ ലൈനിങ് വെച്ചിട്ടില്ല. ബ്ലൗസിന് നമ്മുടെ കയ്യിലുള്ള തുണി വെച്ചിട്ടും അതേപോലെ ദുപ്പട്ടയും നമ്മുടെ കയ്യിലുള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസിലി നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ലുക്കാണ്. ഇപ്പം ഈ ഓണത്തിന് നമ്മുടെ ഏതെങ്കിലും പഴയ സാരിയോ അല്ലെങ്കിൽ അമ്മയുടെ പഴയ സാരിയോ ആരെങ്കിലുമൊക്കെ പഴയ സാരി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓണം സീരീസിൻ്റെ ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
കുറേ പേര് സാരി ഡ്രേപ്പിംഗ് അതേപോലെ തന്നെ മേക്കപ്പ് ലുക്കൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഈ വർഷം തന്നെ ചെയ്തിട്ടുണ്ട്. ലോങ് ഫോർമാറ്റ് ഒന്നും ആരുടെയിലേക്ക് എത്തുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഷോർട്ട് ഫോർമാറ്റ് നന്നായി പോകുന്നുണ്ട് താനും. ഷോർട്ട് കണ്ടവർക്ക് ആ രീതിക്ക് ഞാൻ കുറേ ഔട്ട്ഫിറ്റ് സജഷൻസും സാരി ഡ്രേപ്പിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഓണം സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ട് സാരി കൊടുത്ത് നല്ല സുന്ദരി തരുണീമണികളായിട്ട് തന്നെ പോയി അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒരു ഓണം റിലേറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോഗായിരിക്കും. ബ്ലോഗ് ചാനലിൽ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അത് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓണം ബ്ലോഗായിരിക്കും നമുക്കിനി വരാൻ പോണത്. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. താങ്ക്സ് ലോട്ട് ഫോർ ഓൾ ലവ് ആൻഡ് സപ്പോർട്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓണം സീരീസ് ആണെങ്കിലും നല്ല റീൽസും ഷോർട്സൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.